സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാം, ചെയ്യണമെന്നറിയാം, എന്നിട്ടും പലവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നു. പക്ഷെ നിങ്ങളിങ്ങനെ ചെയ്യാതെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. 2 മിനിറ്റ് കാര്യത്തിന് നിങ്ങളത് ചെയ്യാതെ പോകുമ്പോൾ നിങ്ങളുടെ അശ്രദ്ധ മൂലം എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരില്ലായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അതിനേക്കാൾ നല്ലത് വരാതിരിക്കാനായിട്ടല്ലേ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതും. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? പലവരും വാഹനങ്ങളിൽ, 2 വീലറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഓരോരോ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ചുരിദാർ ധരിക്കുമ്പോൾ അതിനോടൊപ്പം ഷാൾ ധരിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ഷാൾ എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ഇങ്ങനെ കഴുത്ത് കൂടിയിട്ടുണ്ടാകും. അതാണെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറവകൾ പറന്ന് കളിക്കുന്നത് പോലെ നിങ്ങളുടെ ഷാൾ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. പക്ഷേ ഇങ്ങനെ ആടിക്കളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാഹനം ഇങ്ങനെ നിങ്ങളുടെ സൈഡിലൂടെ പോകുമ്പോൾ അറിയാതെ അതിലൊന്ന് കൊളുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ താഴേക്ക് പോകും. നിങ്ങൾ മറിഞ്ഞെന്ന് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ പരിക്കുകളോടെ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംഭവിച്ചെന്ന് വരും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ വളരെ സേഫ്റ്റിയോടെ ശ്രദ്ധയോടെ ഷാളിനെ ഫ്രണ്ടിലേക്കാക്കി കെട്ടിയിട്ടിട്ട് യാത്ര ചെയ്താൽ നിങ്ങൾക്കതൊന്നും വരില്ല. ചിലപ്പോൾ ജോലിക്ക് പോകുന്ന വ്യക്തികളായിരിക്കും 5 മിനിറ്റ് വൈകി എന്ന് സമയം നോക്കിയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി ഷാളിനെയൊക്കെ എടുത്തിട്ട് പോകുന്നതായിരിക്കാം. പക്ഷേ 5 മിനിറ്റ് വൈകി എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് പോയിട്ട് ചിലപ്പോൾ ഒരു ചെറിയ പരിക്ക് പറ്റിയാൽ അത് ഉണങ്ങണമെങ്കിൽ തന്നെ എത്ര ദിവസമെടുക്കും? ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എടുക്കും. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് വൈകി എന്നുള്ളതിൽ കൂടെ 2 മിനിറ്റും കൂടി വൈകിച്ച് ഷാൾ കെട്ടിയിരുന്നെങ്കിൽ വരുമായിരുന്നോ? വരില്ല. അപ്പോൾ ഡ്രൈവിങ് ചെയ്ത് പോകുന്ന സ്ത്രീകളും പുറകിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കണം. ഷാൾ മാത്രമല്ല, സാരി ഉടുക്കുന്ന വ്യക്തികളാണെങ്കിൽ സാരിയുടെ മുന്താണിയും നിങ്ങൾ ഫ്രണ്ടിലേക്കായിട്ട് എടുത്ത് അതിനെ സേഫ്റ്റിയോടെ വെച്ചതിന് ശേഷം നിങ്ങൾ യാത്ര ചെയ്യുക. ബാക്കിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ടൗണിലേക്ക് പോകുന്ന സമയത്ത് അമ്മയും മോളും കൂടിയിട്ട് യാത്ര ചെയ്യുകയാണ്. ഒരു ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കൊണ്ടുവന്നിട്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അമ്മയുടെ അമ്മ ഉടുത്തിരിക്കുന്ന സാരിയാണ്. അമ്മയുടെ സാരിയുടെ തുമ്പ് വീലിലേക്ക് ചുറ്റാനായിട്ട് അത്രയും താഴ്ന്നു കിടക്കുകയാണ്. ഞാൻ ഹോൺ അടിച്ചു, അവരെ ഓവർടേക്ക് ചെയ്തു, നിർത്തിച്ചു. ആ സ്ത്രീയോട് പറഞ്ഞു. അമ്മയ്ക്ക് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അമ്മയെ ശ്രദ്ധിക്കാതെ ആയിരിക്കാം. പക്ഷേ ഓട്ടിക്കുന്നവർക്ക് അറിയില്ല, കാണാൻ സാധിക്കില്ല. ഇതിൽ പുറകിലിരിക്കുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ വാഹനത്തിൽ നമ്മൾ ആരെ കയറ്റുവാണെങ്കിലും അവരോട് മെയിനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓട്ടിക്കുന്നവർ പറയണം. നിങ്ങൾ സാരിയാണ് ഉടുത്തിരിക്കുന്നതെങ്കിൽ സാരിയുടെ മുന്താണി എടുത്ത് പിടിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് എടുത്ത് കുത്തുക എന്നുള്ളത്. ചുരിദാർ ധരിച്ചവരെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ അവരുടെ ഷാൾ ഫ്രണ്ടിലേക്കായിട്ട് കെട്ടിയിടാൻ പറയുക. ചിലവരുണ്ട് ഷാളിനെ 2 ചുറ്റ് ഇങ്ങനെ ചുറ്റും. പക്ഷെ അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാലും ഡേഞ്ചറാണ്. പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കഴുത്തിൽ ടൈറ്റാവും. അപ്പോൾ കഴുത്ത് മുറുകും. സാധാരണ ലെവലിൽ ഇങ്ങനെ ഇട്ടിട്ട് ഫ്രണ്ടിലേക്കായിട്ട് കെട്ടിയിടുക. അതേപോലെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഓട്ടോയിൽ നിങ്ങൾ കയറിയിരിക്കും. പക്ഷേ നിങ്ങളുടെ സാരിയുടെ തുമ്പോ അല്ലെങ്കിൽ ഷാളിൻ്റെ തുമ്പോ ഇങ്ങോട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധക്കുറവാണ്. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്യാൻ. ബസ്സിലാണെങ്കിൽ അതേപോലെ കയറി ഡ്രൈവറുടെ ഭാഗത്ത് പോയിട്ടിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ പോയിരിക്കുമ്പോൾ നിങ്ങൾ ഡ്രൈവറെ നോക്കിയിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ സാരിയുടെ തുമ്പോ ഷാളിൻ്റെ തുമ്പോ ആ കമ്പിയിലൂടെ ബാക്കിലേക്ക് പോയി കിടക്കാറുണ്ട്. അങ്ങനെയും ഞാൻ 1-2 പേരുടെ കണ്ടിട്ടുണ്ട്. ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് പറയാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഷാളെല്ലാം കണ്ടിട്ടുണ്ട്, സാരി അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെല്ലാം ഡേഞ്ചറാണ്. കാരണം ഓട്ടിക്കുന്ന ഡ്രൈവർ നോക്കുന്നത്
വാഹനത്തിന് പോകാനുള്ള ഗ്യാപ്പുണ്ടോ എന്നാണ് നോക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം നിങ്ങളുടെ സാരിയോ ഷാളോ ശ്രദ്ധിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. അതിന് നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഡ്രൈവറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോരുത്തരും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വന്തമായി വാഹനം ഓട്ടിക്കുന്ന വ്യക്തികളാണെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധിക്കുക. ഒരു ഭാര്യയും ഭർത്താവും കൂടി ടൂ വീലറിൽ യാത്ര ചെയ്യുവാണ്. അന്ന് ഞാൻ അവരോട് പോയി പറഞ്ഞപ്പോൾ പറയുന്നതാണ് ഭർത്താവ്, ഞാൻ ഇവളോട് പറഞ്ഞു മടുത്തു, അവൾ എവിടെയെങ്കിലും പോയി ചാവുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. കാരണം ഭർത്താവ് അത്രമാത്രം ആ ഭാര്യയോട് പറഞ്ഞു മടുത്തുപോയി, എന്നിട്ടും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഭർത്താവ് പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ഓരോരുത്തരും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾ ഞാൻ വീണ്ടും ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും പലതരത്തിലുള്ള വീഡിയോസുകൾ ഞാൻ ഇടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോകൾ തത്സമയം നിങ്ങളുടെ പക്കലെത്തുകയും നിങ്ങൾക്ക് കാണാനും സാധിക്കും. അതിനാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.